ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പാസ്ത ഉണ്ടാക്കുന്നത്. ഇത് അങ്ങനെ ഒരുപാട് പണിയെടുത്തുണ്ടാക്കുന്ന പാസ്ത നല്ലൊരു തട്ടിക്കൂട്ട് പാസ്തയാണ്. അതിൽ മേജറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് പാസ്ത ഇങ്ങനെ മാഗി വാങ്ങുന്ന പോലെ കിട്ടും. ആയിട്ട് എനിക്കിഷ്ടമല്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് ഞാൻ എൻ്റെ ഒരു രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ത വേവിച്ചെടുക്കണം. അപ്പോൾ പാസ്തേനേക്കാളും കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. പിന്നെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഒരു ലേശം ഓയിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതിൽ പാസ്ത ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ. കാരണം പാസ്ത ഒന്ന് വീർക്കുമ്പോൾ ഈ വെള്ളം ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. പാസ്ത ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു സബോള ആട്ടോ എടുത്തിരിക്കണേ. ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ടാട്ടോ കട്ട് ചെയ്തിടണ്ടേ. സാധാരണ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ ക്യൂബ്സ് വരാറുണ്ട്. ഇന്ന് കട്ട് ചെയ്തപ്പോൾ ക്യൂബ് സൈസ് കുറച്ച് ചെറുതായി പോയി. അപ്പോൾ ദേ ഒരു സബോള ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സബോള കട്ട് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഇതിങ്ങനെ അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ പാസ്തയിൽ വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ, അതായത് പാല്, മൈദ, സബോള, പിന്നെ ലേശം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ്, പിന്നെ കുറച്ച് ബട്ടറും ചീസും വേണം കേട്ടോ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ലാസ്റ്റ് പോർഷനാണ്. ചീസ് കുറച്ചേ ഉള്ളൂ, ബട്ടർ കുറച്ചേ ഉള്ളൂ, കാച്ചപ്പൊക്കെ എന്നോ എടുത്തിട്ട് ബാക്കി വെച്ചിട്ടുള്ളതാട്ടോ. പിന്നെ ഈ ബട്ടർ ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന ബട്ടറാണ്, അതുകൊണ്ട് ഇവിടെ 1-2 ബോക്സ് ഇതുപോലത്തെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചീസ്, ലാസ്റ്റ് പീസ് എന്നൊക്കെ പറയാം. ഇതൊന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യാറ്. അത്യാവശ്യം വലിയൊരു സൈസ് ആയിരുന്നു. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തെടുത്ത് ഇപ്പോൾ ഇങ്ങനെയായി. ഈ ചീസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, വേറെ ചീസായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ലേശം ചീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പാസ്ത ഞാൻ കടിച്ചു നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പീസായി ഉടഞ്ഞു പോകും. നേരത്തെ പറയാൻ വിട്ടുപോയി, നമുക്ക് ഒരു വെളുത്തുള്ളി, അതായത് ഒരെണ്ണം ഫുള്ള് വേണ്ട, അതിൻ്റെ പകുതി മതി. കാരണം ലേശം പാസ്തയേ ഉള്ളൂ. ഈ വെളുത്തുള്ളിയുടെ കുത്ത് ഒരുപാട് കൂടിയ പാസ്ത നമുക്ക് കഴിക്കാൻ പറ്റില്ല. വെളുത്തുള്ളി നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുക കേട്ടോ. ഒരു വെളുത്തുള്ളിയുടെ പകുതിയേ ഉള്ളൂ, അതായത് ഒരു അല്ലിയുടെ പകുതിയേ ഉള്ളൂ. കണ്ടോ, ഇത്രയേ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പം നേരത്തേക്കാളും ഒരു ലേശം കൂടി വേവ് വേണ്ടതുകൊണ്ട് കുറച്ച് നേരം കൂടി ഞാൻ ഫ്ലെയിം മീഡിയത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ പാസ്ത സെറ്റാണ്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ ഇതിലത്തെ വെള്ളം പോകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ ഇൻഗ്രീഡിയൻസ് ശരിയാക്കാം. അപ്പോൾ ആദ്യം ഒന്നല്ലെങ്കിൽ കുറച്ച് ബട്ടർ ഇടുക. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഒരു ലേശം കോക്കനട്ട് ഓയിൽ ഇട്ടാലും മതി. ഒരുപാട് വേണ്ട, ഒരു ലേശം മതി കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ വെളുത്തുള്ളിയുടെ പച്ചക്കുത്ത് പോകുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച സബോള അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് വഴറ്റിയെടുക്കണേ. അപ്പോൾ സബോള നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ ആക്കിയെടുക്കുക. ആ സമയം കൊണ്ട് ഞാൻ ഈ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതങ്ങനെ ഇടാൻ പറ്റില്ല, ഈ പുറത്തുള്ള പോർഷൻ ആയപ്പോഴേക്കും ഭയങ്കര തിക്നെസ്സാണ് ചീസിന്. അപ്പോൾ ഇത് നമ്മുടെ സബോളയൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, അതായത് കുത്തിപ്പൊടിച്ച മുളകില്ലേ, ഉണക്കമുളക് പൊടിച്ചത്, അത്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ഈ 3 സാധനം കൂടി ഇതിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഷുഗറാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഷുഗർ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കണം. ഷുഗർ ഒരുപാട് ഇഷ്ടമില്ലാത്തവർ അതിനനുസരിച്ച് കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ കുറച്ചുകൂടെ ബട്ടർ ഇതിൽ ആഡ് ചെയ്തു. ഇതിൽ കുറച്ചെങ്കിലും ബട്ടർ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. നമ്മൾ കോക്കനട്ട് ഓയിൽ കംപ്ലീറ്റ് ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനിയിപ്പോൾ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത് നോർമലാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ടേസ്റ്റ് നല്ല വ്യത്യാസം തോന്നാറുണ്ട് ബട്ടറും കോക്കനട്ട് ഓയിലും തമ്മിൽ മാറി യൂസ് ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം സ്റ്റോറിൽ നിന്ന് വാങ്ങി ഒഴിക്കാം,
അല്ലെങ്കിൽ പിന്നെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചൊന്ന് കുറുക്കിയെടുത്താലും മതി. ഫ്രഷ് ക്രീം എപ്പോഴും പുറത്തുനിന്ന് വാങ്ങി ഒഴിക്കുമ്പോൾ നമുക്ക് പൈസ ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കോമൺലി ഇതാണ് യൂസ് ചെയ്യാറ്. കുറച്ച് മൈദപ്പൊടി ഇടും, എൻ്റെ കയ്യിൽ കുറച്ച് പാലൊഴിക്കും, എന്നിട്ടൊന്ന് സിമ്മിൽ വെച്ചിട്ട്, അതായത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കട്ടിയിൽ ഇങ്ങനെ പൊന്തി വരും. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. ഇങ്ങനെ ചെയ്ത് എനിക്കിപ്പോൾ ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ അത്ര അങ്ങ് ഇഷ്ടപ്പെടാറില്ല. ഇങ്ങനെ ഒഴിക്കുന്നത് തന്നെയാണ് എനിക്കിപ്പോൾ ഇഷ്ടം. ഇതൊന്ന് കട്ടിയായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ ഇതിലേക്ക് പാസ്തയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫാക്കിയിട്ടൊന്നുമില്ല, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് സിമ്മിലിട്ടിട്ട്. അതിലേക്ക് നമ്മൾ പാസ്ത ആഡ് ചെയ്തിട്ട് ഇത് ഒരുപാട് കിടന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്ത ഇങ്ങനെ പൊട്ടി പോകും. അപ്പോൾ ഒരു മെല്ലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ പാസ്ത നമ്മൾ ഫസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത്, വേവിക്കുന്ന സമയത്ത് ഒരുപാട് കുക്കായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് ഓവറായിട്ട് കുക്കാവാതിരിക്കാൻ നോക്കണം. വെന്ത് കഴിഞ്ഞാൽ പാസ്ത സ്ട്രെയിൻ ചെയ്തെടുക്കുക. കുറച്ചുകൂടെ ക്രീമി ആയിട്ട് ആണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്യുകയാണ്. ഓൾറെഡി മൈദ അതിലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്നെസ് വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രീമി ആയിട്ട് കിട്ടും. ഇതല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ പാസ്ത നേരത്തെ ഒരു പാത്രത്തിൽ ഊറ്റി വെച്ചല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം വന്നിരുന്നു. ആ വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഓവറാക്കി ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്താലും ഈ ക്രീം ഒന്ന് തിക്കായിട്ട് വരും. ക്രീമല്ല, പേസ്റ്റ് കേട്ടോ. ഈ പേസ്റ്റ് ഒന്നുകൂടെ കട്ടിയിൽ വരും. അങ്ങനെ ദേ ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് ചീസ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ചീസും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത സെറ്റാണ്. പിന്നെ വേണ്ടവർക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. പിന്നെ എന്തെങ്കിലും ഡെക്കറേഷൻസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇതൊന്ന് ഇളക്കി കഴിക്കും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പാസ്ത പരിപാടി. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് മസ്റ്റായിട്ട് ഈ ഒരു പാസ്തയിലേക്ക് വേണം, എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ വരും. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, കുത്തിപ്പൊടിച്ച മുളക് പൊടി, പിന്നെ ചീസ്, കുറച്ച് പാല്, മൈദ, ബട്ടർ, ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു സബോള. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതിനേക്കാളും സിമ്പിളായിട്ട് ഇനി പാസ്ത ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്